ഈ വീട് എല്ലാം ക്യൂട്ടാകുമ്പോൾ കിച്ചണും ക്യൂട്ടാവണ്ടേ. ഇത് ഭയങ്കര രസമായി ചെറിയ സ്ക്വയർ ഫീറ്റിൽ. ഈ കിച്ചൺ എത്ര സ്ക്വയർ ഫീറ്റിനോ? കിച്ചൺ നമുക്ക് ഏകദേശം ഒരു 150 സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് നമുക്കുള്ളൂ കിച്ചൺ വരുന്നുള്ളൂ മൊത്തത്തില്. പക്ഷെ കിച്ചണിൽ ഒരു ക്ലയന്റിന്റെ ഒരു ആവശ്യമായിരുന്നു, നമുക്ക് അവർക്കൊരു യു ടൈപ്പില് തന്നെ സ്ലാബ് വേണം, അതുപോലെ തന്നെ ഒരു ഐലൻഡ് കൗണ്ടർ വേണം എന്നുള്ളതൊക്കെ. അടിപൊളി വാങ്ങട്ടെ. അപ്പോ ആ ഒരു അഭിപ്രായത്തെ നമ്മൾ മാക്സിമം ഉൾക്കൊണ്ടെന്നുള്ളതാണ് ഇതിൽ ചെയ്തത്. പിന്നെ വെർട്ടിക്കൽ യൂണിറ്റ് വേണം, റെഫ്രിജറേറ്ററിന്റെ പോയിന്റ്, അങ്ങനെ ഒന്നും അവർക്ക് കൃത്യമായ കിച്ചൺ ട്രയാങ്കിൾ, അതൊക്കെ പിന്നെ നമ്മൾ ആർക്കിടെക്റ്റിന്റെ കൂടി താല്പര്യത്തോട് കൂടിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഓണറുടെ താല്പര്യങ്ങളെ നമ്മൾ മാക്സിമം സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ സത്യത്തിൽ ചെറിയ ചെലവുണ്ടാവുള്ളൂ, ഒരു സ്ലാബ് ഇങ്ങനെ വരുന്നത്. പക്ഷെ ഒരു വലിയ കിച്ചണിൽ കാണുന്ന ഒരു ബാർ കൗണ്ടർ ആയി അല്ലേ, അതാണ് നമ്മൾ ഈ 48 ലക്ഷത്തിന് കൊണ്ട് എങ്ങനെ ഒതുങ്ങുന്ന. നമുക്ക് ഇതേ വീട് 90 ലക്ഷത്തിന് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇതേ വീട് 90 ലക്ഷത്തിന് ചെയ്യാം, ഇതേ സൗകര്യത്തിൽ നിങ്ങൾക്ക് 48 ലക്ഷത്തിന് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. ഇന്റീരിയർ ഫർണിച്ചർ അടക്കട്ടെ ഈ ഫൂട്ട് വിടില്ല, ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞത് തമാശക്ക് പറഞ്ഞാണ്. കാരണം ഈ സാധനങ്ങൾക്ക് ചെലവ് ചുരുങ്ങിയിട്ടാണ്. ഇതിന് മുകളിലുള്ള ലൈറ്റുകളൊക്കെ നമുക്ക് ആ ഒരു ബാർ കൗണ്ടർ കിട്ടും. മൊറോക്കോ ടൈലുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട്. അതുപോലെ തന്നെ ഡബിൾ ആയിട്ട് ഇട്ടിട്ടുള്ള വൈറ്റും, ഫ്ലോറിൽ വുഡൻ ഫിനിഷ് അവിടുത്തെ അതേ ഫിനിഷിങ്ങിന്റെ ഡോറിനും കൊടുത്തു. നല്ല മാറ്റ് വൈറ്റ് സ്പേസ് ഇട്ടിട്ട് വോളിൽ കൊടുത്തതോട് കൂടെ ക്യൂട്ടായിട്ടുള്ള ഒരു കിച്ചൺ കിട്ടി. ഇതിന് പുറമെ ഒരു വർക്ക് ഏരിയ ഉണ്ട്, നമുക്ക് യുദ്ധങ്ങളൊക്കെ നടത്താൻ റഫ് പണിക്കൊക്കെ വർക്ക് ഏരിയ ഉപയോഗിക്കാം. അത് വീഡിയോ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ ക്യൂട്ടായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ജ്യൂസൊക്കെ അടിച്ച് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ദോശ ചൂടുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത് ക്യൂട്ടായിട്ടുള്ള. ഇതാണ് ഈ വീടിന്റെ പ്രത്യേകത. 48 ലക്ഷം രൂപക്ക് ഇത്രയും ഫുള്ള് ഫർണിച്ചറോടുകൂടെ 2000 സ്ക്വയർ ഫീറ്റ് വീട് ഒരുക്കിയിട്ടുള്ള ഈ ടീം